السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه. يسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെ അനുഗ്രഹീമായ ദിവസം നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ ഈ ഇൽമിൻ്റെ സദസ്സിൽ നമുക്ക് സംഗമിക്കാൻ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിലും സന്തോഷത്തോടെ കൂടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സർവ്വ ഇബാദത്തുകളും പടച്ചവൻ നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂലാക്കട്ടെ. മഗ്ഫിറത്തിന്റെ പത്ത് നമ്മളോട് വിട പറയാനിരിക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിരുപാധികം അല്ലാഹു മാപ്പ് നൽകി പരിപൂർണമായ തൗബ സ്വീകരിച്ച് ആ നിലയിൽ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഇണകൾ, മക്കൾ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്കും അല്ലാഹു എല്ലാവിധ പാപമോചനവും നരകമോചനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരത്തിന്റെ 5ാമത്തെ ഫർളാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചത്, അല്ലെ? അടുത്ത 6ാമത്തെ ഫർള് ഇഅ്തിദാലാണ്. ഇഅ്തിദാൽ എന്നാണ് പറയുക. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ നിവർന്നു നിൽക്കുക. മുഅ്തദിൽ എന്ന് പറയാൻ സന്തുലിതമായതെന്നാണ് അറബിയിൽ അതിന്റെ അർത്ഥം. നിസ്കാരത്തിൽ ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ റുകൂഇന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക. റുകൂഅ് ചെയ്യുന്നതിന് മുമ്പ് ഏതവസ്ഥയിലായിരുന്നോ അതിലേക്ക് മടങ്ങുക. ഇപ്പൊ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നൃത്തത്തിലേക്ക് മടങ്ങുക. ഇപ്പൊ ഇരുന്നു കൊണ്ട് ഒരാൾ റുകൂഅ് ചെയ്താൽ ഇഅ്തിദാൽ, അദ്ദേഹത്തിന്റെ ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ ആ ഇരുത്തത്തിലേക്ക് തന്നെ റുകൂഇന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക. ഇതാണ് ഇഅ്തിദാൽ. നിസ്കാരത്തിലെ 14 നമ്മളെ ഫർളുകളില് ലഘുവായ 2 ഫർളുകളുണ്ട്. അതിലൊന്നാണ് ഇഅ്തിദാൽ, മറ്റൊന്ന് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. അപ്പൊ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് നേരെ നിവർന്ന് നിൽക്കുക. നൃത്തത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തയാള് നിവർന്ന് തന്നെ നിൽക്കണം. അവിടെ നമ്മൾ പറയേണ്ടതാണ് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശഇത മിൻ ഷൈഇൻ ബഅദു. സുന്നത്തായ ഒരു ദിക്റാണ് അവിടെ, അറിയാലോ അല്ലേ? പറയുമ്പോൾ അക്ഷരത്തിട്ടില്ല നോക്കിയാൽ മതി. റബ്ബന എന്ന് പറയാം. റബ്ബന ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശഇത മിൻ ഷൈഇൻ ബഅദു. റബ്ബന ലക്കൽ ഹംദു, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. മിൽഅസ് സമാവാതി, ആകാശം നിറയെ, വമിൽഅൽ അർളി, ഭൂമി നിറയെ, വമിൽഅ മാ ശഇത മിൻ ഷൈഇൻ ബഅദു, ആകാശ ഭൂമികൾക്ക് ശേഷം പിന്നെ നീ എന്തിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അഥവാ നീ എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവകൾ നിറയും നിനക്കാണ് സ്തുതിയും എന്നാണ് എൻ്റെ അർത്ഥം. വളരെ ആശയസമ്പുഷ്ടമായ ഒരു ദിക്റ. ആകാശവും ഗംഗയും ഭൂമിയും പ്രപഞ്ചമഖിലം നിറയെ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ഒരു ദിക്ർ. അല്ലാഹു തആല കൃത്യമായിട്ട് പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഇഅ്തിദാലിൽ ആ ദിക്റാണുള്ളത്. പിന്നെ ഇഅ്തിദാലിൽ വരുന്നത് എന്താണ്? 2 സന്ദർഭങ്ങളിൽ ഖുനൂത്ത് ഉണ്ട്. ഇഅ്തിദാലിലാണല്ലോ ഖുനൂത്ത് ഓതേണ്ടത്. എല്ലാ സുബഹിയുടെയും 2ാമത്തെ റക്അത്തില്, പിന്നെ റമളാനിന്റെ 2ാമത്തെ പകുതിയിലെ വിത്റിലെ അവസാനത്തെ റക്അത്തിലും. ഈ 2 സന്ദർഭത്തിലാണ് ഖുനൂത്ത് സുന്നത്തുള്ളത്. അത് ഈ ഇഅ്തിദാലിലാണ് ഓതേണ്ടത്. ഇഅ്തിദാലിൽ ഓതിയാലാണ് അതിന്റെ പ്രതിഫലം. മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനും പാടില്ല. അപ്പൊ ഖുനൂത്ത് വളരെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ഒരു അടിമയ്ക്ക് ചോദിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദുആയാണ് ഖുനൂത്ത്. ഖുനൂത്തിൽ ഇന്ന ദുആ തന്നെ ചെയ്യണം എന്നില്ല, ഇന്ന ദുആ ചെയ്താലേ ഖുനൂത്ത് ആവുകയുള്ളൂ എന്നുമില്ല. പിന്നെ നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്, അത് ഹദീസിൽ വന്നിട്ടുള്ള ദുആ ആയതുകൊണ്ടാണ് അതിനെ പ്രബലമായിട്ട് കാണുന്നത്. ആ സ്ഥാനത്ത് ഒരാൾ ആമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന എന്നത് ഓതിയാലും എന്താവും? ഖുനൂത്തിന്റെ സ്ഥാനത്താകും. നമ്മളെ തറാവീഹ്, നമ്മളെ റമദാനിലൊക്കെ സാധാരണ നമ്മൾ ഖുനൂത്തിൽ അധികരിപ്പിച്ച് ഓതാറുണ്ടല്ലോ, കൂടുതൽ ഓതാറുണ്ടല്ലോ. അപ്പൊ അത് ഒരുപാട് സുന്നത്തായ ദുആകളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഇമാമാണെങ്കിലാണ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത് എന്ന് ഓതേണ്ടത്. അള്ളാഹുവെ നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണമേ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത് ഇതിന്റെ അർത്ഥമാണ് അള്ളാഹുവെ നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സന്മാർഗം നൽകണമേ. വഅഫിനാ ഫീമൻ ആഫൈത് നീ ആരോഗ്യവും സൗഖ്യവും നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും നീ നൽകണമേ. വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ നീ രക്ഷകർത്താവ് ആയവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെയും രക്ഷകർത്താവ് നീ ആകണമേ. വബാരിക് ലനാ ഫീമാ അഅതൈത് നീ നൽകിയതിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകുകയും ചെയ്യണമേ. വഖിനാ ശർറ മാ ഖളൈത് നീ വിധിച്ചിട്ടുള്ള എല്ലാത്തിന്റെയും വിപത്തിൽ നിന്ന് ഷറിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ. ഇവിടം വരെയാണ് ദുആ അല്ലെ. നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് ഇവിടം വരെ പറയുമ്പോഴാണ് മാമുമികൾ എന്ത് ചെയ്യേണ്ടത്? ആമീൻ പറയേണ്ടത്. പിന്നെ ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഅസ്സു മൻ നാദൈത തബാറക്ത റബ്ബനാ വതആലൈത ഫലക്കൽ ഹംദു അലാ മാ ഖളൈത. ഇവിടം വരെ എന്താണ്? സനാ ആണ്. അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട്, ദുആ അല്ല, അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് സനാ ആണ്. ഇവിടെ മാമൂമിയങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ നിസ്കാരത്തിൽ മറ്റ് ദിക്ർ ചെല്ലുന്ന അത്രയും ശബ്ദത്തിൽ മാമൂമിയങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ മനസ്സിലായി? എങ്ങനെ? സാധാരണ നമ്മൾ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്മാവാതി വൽ ഇത്ദാലി പറഞ്ഞില്ലേ? അതാരെങ്കിലും കേട്ടോ? ഇല്ല. അതുപോലെ ആ ശബ്ദത്തിൽ എന്ത് ചെയ്താൽ മതി? ഇതും പറഞ്ഞാൽ മതി, മറ്റുള്ളവർ കേൾക്കണ്ട. ആമീൻ മാത്രമാണ് ഉറക്കെ പറയേണ്ടത്. ഇത് മാമൂമിയങ്ങളും ചൊല്ലേണ്ടത് ശബ്ദം താഴ്ത്തിയാണ്, അവരവർ കേൾക്കുകയാണ്. പിന്നെ നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്നാണ്. അതിനുശേഷം പിന്നെ എന്തുണ്ട്? ഖുനൂത്തിന് ശേഷം സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസല്ലം. ഏതെങ്കിലും ഒരു സ്വലാത്തും ദുആയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള നബിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ് സ്വലാത്ത്. അപ്പൊ അതിലും എന്ത് ചെയ്യണം? മൗമിമീങ്ങൾ ആമീൻ പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ അലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയുമ്പോൾ മൗമിമീങ്ങളും ആമീൻ പറയണം. പിന്നെ റബ്ബനാ ഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ പറയുമ്പോഴും ആമീൻ പറയുക. അവിടെയൊക്കെ ആമീൻ ഉണ്ട്. ആമീൻ ഇല്ലാതെ നമ്മൾ മാമൂമിയങ്ങൾ കൂടെ പറയേണ്ടത് ഇവിടെ മുതലാണ്. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഅസ്സു മൻ നാദൈത തബാറക്ത റബ്ബനാ വതആലൈത ഫലക്കൽ ഹംദു അലാ മാ ഖളൈത വരെയാണ് കൂട്ടത്തിൽ ഇമാമിനോടൊപ്പം കൂട്ടത്തിൽ പറയേണ്ടത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആമീൻ. ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമ്മ ഹ്ദിനാ എന്ന് പറയണ്ട. എങ്ങനെ പറയണം? അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ നീ എനിക്ക് സന്മാർഗം നൽകണമേ. ഇമാമ് അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറയൽ കറാഹത്താണ്. കാരണം ഇമാമ് മാമൂമിയങ്ങളെയും കൂടി പരിഗണിച്ച് ചേർത്താണ്, ബഹുവചനമായിട്ടാണ് പറയേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് അങ്ങനെ അവസാനം അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നസ്തഗ്ഫിറുക പകരം അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇനി ഒരാള് ഇമാമ് പറയും പോലെ അല്ലാഹുമ്മ ഹ്ദിന എന്ന് പറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും ഇല്ല. പറയേണ്ടത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതുകൊണ്ട് അല്ലാഹുമ്മ ഹ്ദിനി എന്നാണ്. ഇനിയിപ്പോ രണ്ടും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ കൊളാവുമെങ്കിൽ എന്ത് ചെയ്യാം? ഏതാ നല്ലത്? സാധാരണ നമ്മൾ ഇമാമ് പറഞ്ഞ് കേട്ടല്ലേ പഠിക്കുന്നത് പലതും. അപ്പൊ അതുപോലെ നമുക്ക് ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ ഇമാം മെഹ്ദിനി എന്ന് പറഞ്ഞുകൊണ്ടെന്നുള്ളൂ. മാമൂമിയങ്ങളെ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ അല്ലാഹുമ്മ ഹ്ദിന എന്ന് പറയൽ കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോ അതാണ്. അതിനോടൊപ്പം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും ദുആ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടത്തിൽ ഓതാം. ഇമാമിന് തന്നെയും പിറകിൽ നിൽക്കുന്നവർ തൃപ്തരാണെന്ന് കണ്ടാൽ, നിശ്ചിത ആളുകൾ, നിർണയിക്കപ്പെട്ട ആളുകള് കുനൂത്ത് ദീർഘിപ്പിക്കൽ കൊണ്ട് മാമൂമിയങ്ങൾ തൃപ്തരാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യാം? വേറെയും ദുആകളൊക്കെ ഓതാം. അവസാനം ചൊല്ലേണ്ടത് സ്വലാത്താണ് എന്ന് മാത്രം. കാരണം കുനൂത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വേറൊരു സുന്നത്താണ്. അതാണ്. അപ്പൊ നമ്മൾ സുബഹിയിലെ രണ്ടാമത്തെ റക്അത്തിലും റമളാനിന്റെ അവസാനത്തെ പകുതിയിലെ വിത്റിൽ അവസാനത്തെ റക്അത്തിലുമാണ് കുനൂത്ത് ഓതേണ്ടത്. പിന്നെയുള്ളത് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയുന്ന കുനൂത്തുണ്ട്. കേട്ടിട്ടുണ്ടോ? നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഗ്രഹ നമസ്കാരം അല്ല.
ഇത് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാല് അതല്ല. നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാല് പൊതുവിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്തുണ്ടായി, എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഒന്നുകിൽ അത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും കാലവിപത്തുകളാകാം, അത് മാറിപ്പോകുന്നതിന് വേണ്ടിയുള്ള ദുആ. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഭരണകർത്താക്കളിൽ നിന്നോ വേറെ ഏതെങ്കിലും ദുശക്തികളിൽ നിന്നോ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളിൽ നിന്നോ എന്തുണ്ടായി, എന്തെങ്കിലും ആപത്തോ അവരുടെ ശത്രുതയോ അക്രമങ്ങളോ ഉണ്ടായാൽ അതിനെതിരെ ചെയ്യുന്ന ദുആക്ക് ആണെന്തെന്ന് പറയാ നാസിലത്തിന്റെ ഖുനൂത്ത്. അത് എല്ലാ ഫർള് നിസ്കാരത്തിലും അവസാനത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ ഓതൽ സുന്നത്താണ്. അത് സുന്നത്ത് നിസ്കാരത്തിൽ ഇല്ല, എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും എവിടെ ഓതണം? അവസാനത്തെ റക്അത്തിൽ. അത് പതുക്കെ ഓതി നിസ്കരിക്കുന്ന ളുഹർ അസർ ആണെങ്കിൽ പോലും ഖുനൂത്ത് സുന്നത്തുണ്ട്. ഒരു വിപത്ത് വന്നിട്ട് മാറാനാണെങ്കിൽ നമ്മൾ കൈവെക്കുമ്പോൾ അപ്പൊ സാധാരണ നമ്മൾ ഖുനൂത്ത് ഓതുമ്പോൾ കൈവെക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ തന്നെ വെക്കണം. ചുമലിന് നേരെ അല്ല, മങ്കിബൈ എന്നാണ്, ഹൽവ മങ്കിബൈ എന്നാണ്. ചുമലിന് നേരാകുമ്പോ എങ്ങനെയല്ല, ഇങ്ങനെയല്ല. എങ്ങനെ വരണം? കൈ ഇങ്ങനെ ഉയരണം, ഇങ്ങനെ ഉയരണം. അപ്പോഴും നമ്മൾ നോട്ടം എവിടേക്കായിരിക്കണം? സുജൂദ്. അപ്പൊ പിന്നെ കൈ എവിടെ വരണം? സുജൂദിന്റെ നേരെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൈ കുറച്ചും കൂടി എന്ത് ചെയ്യണം? അല്ല, ഉയർന്നാ മതി, ഇങ്ങനെ മാറ്റണ്ട. കൈ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഉയർത്തുക. അള്ളാഹുവിനോട് വളരെ താഴ്മയോട് യാചിക്കുന്ന ആ രൂപത്തിൽ കൈ ഉയർത്തണം. ചുമലിന് നേരെ ഉയർത്തിയിട്ട് സുജൂദിലേക്ക് അതിന്റെ താഴേക്ക് നോക്കാം. അപ്പൊ കൈ അത്രയും ഉയരണം. എന്നാൽ ഒരു വന്നുപെട്ടിരിക്കുന്ന വിപത്ത് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഖുനൂത്ത് ഓതുന്നതെങ്കിൽ കൈ തിരിച്ചു പിടിക്കണമെന്നാണ്. കൈ എന്ത് ചെയ്യണം? ഇങ്ങനെയല്ല, മറിച്ചു പിടിക്കണം. കാരണം വന്ന വിപത്തിനെ മാറ്റാൻ വേണ്ടിയാണ്. മനസ്സിലായി? ഇപ്പൊ കൊറോണ ഒക്കെ വന്നിട്ട് ഉള്ള അതിനൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ ജമാഅത്തൊന്നും ഇല്ലാതെ ഓതിയില്ലല്ലേ? അവിടെയൊക്കെ എന്ത് ചെയ്യണം? നാസിലത്തിന്റെ ഖുനൂത്ത് ഓതണം. ഖുനൂത്ത് ഓതുമ്പോ എന്ത് ചെയ്യാം? വന്ന വിപത്തിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? മാറ്റിയ കഥ. അത് പറഞ്ഞതുപോലെ ഗ്രഹണ നമസ്കാരത്തിലുണ്ട് ആ ഖുനൂത്ത്, ഇതുപോലത്തെ ഖുനൂത്തുണ്ട്. അതുപോലെ തന്നെ ഇമാമിങ്ങനെ കൈ മലർത്തുന്ന വേറൊരു സന്ദർഭമുണ്ട്. മഴയെ തേടിയുള്ള നിസ്കാരം, വല്ലാത്ത വരൾച്ച പ്രയാസമൊക്കെ വരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇതുപോലെ കൈ തിരിച്ചു പിടിച്ചിട്ടാണ് വെച്ചത്. അപ്പൊ വിപത്തിനെ തട്ടാനാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതാണ് നാസിലത്തിന്റെ ഖുനൂത്ത്. സാധാരണ നമ്മള് പഴയ കാലത്തൊക്കെ അത് പതിവായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. നമ്മളെ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിപത്തുണ്ടാകുമ്പോൾ അത് ഓതല് സുന്നത്താണ്. വളരെ പ്രബലമായൊരു സുന്നത്തായൊരു കാര്യമാണ് നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് അതിന് പറയാം. ഓക്കെ. അപ്പൊ ഇഅ്തിദാലിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരുന്ന അമലുകൾ ഇതാണ്. ഇഅ്തിദാല് കഴിഞ്ഞു, പിന്നെ എങ്ങോട്ടാണ്? സുജൂദ് അല്ലേ? അതെ. അപ്പൊ ഞാൻ ആ വിഷയം പറയാത്തത് ഇഅ്തിദാലിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്, ഖുനൂത്ത് പറഞ്ഞത് കൊണ്ടാണ്. അത് നമ്മൾ പറയുന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകൾ രണ്ട് വിധമുണ്ട്. അവിടെയാണ് നമുക്ക് ആ സാഹചര്യത്തിലാണ് പറയേണ്ടത്. നിസ്കാരത്തിന്റെ സുന്നത്തുകൾ രണ്ട് വിധം. അബാദു സുന്നത്തുണ്ട്, ഹൈആത്ത് സുന്നത്തുണ്ട്. അബാദു സുന്നത്ത് പറഞ്ഞു വരുമ്പോഴാണ് ഈ ഖുനൂത്ത് പോലെ ആദ്യത്തെ അത്തഹിയാത്ത് പോലെയുള്ള അബാദു സുന്നത്തുകളിൽ നിന്ന് ഒരെണ്ണം ഉപേക്ഷിച്ചാൽ അതിന് പകരം എന്തുകൊണ്ട് പരിഹരിക്കാം? സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. ഇത് മാത്രമല്ല, ആദ്യത്തെ അത്തഹിയാത്ത് ഒരാൾ മറന്നിട്ട് എഴുന്നേറ്റു, അല്ലെങ്കിൽ ഇതുപോലെ ഖുനൂത്ത് മറന്നിട്ട് സുജൂദിലേക്ക് പോയാൽ പിന്നെ അവർ തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല? ഖുനൂത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ അത്തഹിയാത്ത് മറന്നിട്ട്, ആദ്യത്തെ അത്തഹിയാത്ത് മറന്നിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് വന്നാൽ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. അപ്പൊ പിന്നെ തിരിച്ച് അത്തഹിയാത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അതിന് പകരം എന്ത് ചെയ്യാം? സഹവിന്റെ സുജൂദ് സുന്നത്താണ്. ആ ഒരു കാര്യം അബാദു സുന്നത്ത്, ഖുനൂത്ത് ഉൾപ്പെടെയുള്ള അബാദു സുന്നത്ത് ഏത് വിട്ടാലും അത് സുന്നത്താണ്. അപ്പൊ ഇഅ്തിദാല് കഴിഞ്ഞു, ഇനി നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. സുജൂദ് അപ്പൊ എത്രാമത്തെ ഫർദായി? 7ാമത്തെ ഫർദല്ലേ? 6ാമത്തെ ഫർദല്ലേ നമ്മൾ ഇഅ്തിദാല് പറഞ്ഞത്? 7ാമത്തെ ഫർദാണ് സുജൂദ്. സുജൂദിലേക്ക് പോകുമ്പോഴും റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാള് നൃത്തത്തിൽ നിന്ന് റുക്കൂഇലേക്ക് പോകുമ്പോൾ റുക്കൂഇലേക്ക് ഞാൻ പോവുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റുക്കൂഇലേക്ക് പോകേണ്ടത്.
അല്ലാത്ത ഉദ്ദേശത്തിൽ പോകുമാരെങ്കിലും പോകാം. ഉദാഹരണത്തിന് എന്താ, ഒരാള് ഓതിക്കൊണ്ടിരുന്നപ്പോൾ തിലാവത്തിന്റെ സുജൂദിന്റെ സന്ദർഭം ഉണ്ടായി. അപ്പം തിലാവത്തിന്റെ സുജൂദ് സജ്ജതയുടെ ആയത്തോതി കഴിഞ്ഞാൽ നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അപ്പൊ ഒരാൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി സജ്ജതയുടെ ആയത്തോതിയിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി പോയി റുക്കുവിന്റെ പരിധി എത്തപ്പോഴേക്കും വിചാരിച്ച് ഇനിയിപ്പോ സമയം കുറവല്ലേ, സുജൂദ് ചെയ്യേണ്ട റുക്കു ആക്കി കളയാം. എന്നാൽ ആ റുക്കു ശരിയാവൂല. കാരണം ഇവൻ ഇവിടെ നിന്ന് കുനിഞ്ഞു തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ്? റുക്കുവിലേക്കല്ല പോയത്, സുജൂദ്. ഇനി അതെങ്കിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക തന്നെ സൂറത്ത് ഓതി തീരാറായപ്പോഴേക്കും തറയിൽ എന്തോ സാധനം കണ്ടിട്ട് എടുക്കാൻ വേണ്ടി കുനിഞ്ഞിട്ട് പിന്നെ അതിനെന്താക്കി? റുക്കു ആക്കി. ആ റുക്കുവും ശരിയാവൂല. അതുപോലെ ഒരാള് റുക്കു ചെയ്തുകൊണ്ട് നിൽക്കുക എന്തോ കണ്ട് പേടിച്ച് പെട്ടെന്ന് നിവർന്നു. ആ നിവർന്നതിനെ പിന്നെ എന്താക്കാൻ പറ്റൂല? ഇത്തിദാലാക്കാൻ പറ്റൂല. കാരണം ഇവൻ നിവർന്നത് ഏത് ഉദ്ദേശത്തിലല്ല? ഇത്തിദാലിലേക്ക് മടങ്ങാന്നുള്ള ഉദ്ദേശത്തിലല്ല. അവൻ എന്തോ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ആള് നിവർന്നാണ്. അപ്പൊ വീണ്ടും റുക്കുവിലേക്ക് പോയിട്ട് ഇത്തിദാലിലേക്ക് വരും എന്നുള്ള നിയ്യത്തിൽ തന്നെ ഇത്തിദാലിലേക്ക് വരണം. ഇനി സുജൂദിലേക്ക് പോകുന്ന കാര്യം അങ്ങനെ തന്നെ. സുജൂദിലേക്ക് പോകുന്ന എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സുജൂദിലേക്ക് പോകണം. സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും അങ്ങനെ തന്നെ. സുജൂദിൽ നിന്ന് സുജൂദ് കിടക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ട് അവൻ എഴുന്നേറ്റാൽ അത് സുജൂദിൽ നിന്നുള്ള ഉയർച്ചയായിട്ട് കൂട്ടൂല. സുജൂദിൽ നിന്ന് നിവരുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അത് ചെയ്യണം. എന്ന് പറയാം, ഏതൊരു ഫർദിലേക്ക് പോകുമ്പോഴും ആ ഫർദ് മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് എന്നാണ് അതിന്റെ ആകെ ചുരുക്കം. അങ്ങനെ അപ്പൊ സുജൂദാണ് നമ്മളുടെ ചെയ്യുന്ന നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഹൃദയം. ഏതാണ്? മർമ്മപ്രധാനമായ ഭാഗം ഏതാണ്? സുജൂദാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും ഏത് തന്നെ? സുജൂദ്. അതുകൊണ്ട് തന്നെ സുജൂദില് നമ്മൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയും അത്രയും ഭയഭക്തിയോടുകൂടി തന്നെ സുജൂദ് ചെയ്യണം. അപ്പൊ നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫറലിൽ നിന്ന് അടുത്ത ഫറലിലേക്ക് നീങ്ങുമ്പോൾ ആ ഫറലിൽ എത്തുന്നത് വരെ നമ്മൾ തക്ബീറിന് എന്ത് ചെയ്യാ? നീട്ടുക. അങ്ങനെ പോകുന്നു. ആദ്യം നമ്മൾ പോയിട്ട് ഏത് അവയവമാണ് വെക്കേണ്ടത്? നെറ്റി വെക്കോ? മൂക്കൊക്കെ പറ്റുമല്ലോ ആദ്യം നെറ്റി ഉണ്ടെന്ന് വെച്ചാല്. ആദ്യം എന്ത് ചെയ്യണം? കാൽമുട്ട് വെക്കണം. ആദ്യം കാൽമുട്ട് നേരെ കൊണ്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ട് കൈ വെക്കുക, കൈ പത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് നെറ്റിയും മൂക്കും കൂടി ഒരുമിച്ച് വെക്കുക. അതാണ് അതിന്റെ രീതി. എത്ര അവയവം വെക്കണം? രണ്ട് കാൽ മുട്ട് വെക്കണം, രണ്ട് മുൻകൈ വെക്കണം, പിന്നെ രണ്ട് കാൽപാദം വെക്കണം. അത് പലരും നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാൽപാദത്തിന്റെ വെള്ള എന്ത് ചെയ്യണം? കുത്തി നിർത്തണം. ഇങ്ങനെ വെച്ചാൽ പോരാ, ഇങ്ങനെ തന്നെ സുജൂദിൽ വെക്കണം. അത് ശ്രദ്ധിക്കണം, അത് നിർബന്ധമാണ്. സുജൂദിൽ കാൽപാദം കുത്തി നിർത്തണം. അപ്പൊ എത്രയായി? 6 പിന്നെ നെറ്റി 7. മനസ്സിലായില്ലേ? പിന്നെ ഷാജാനൊക്കെ പറഞ്ഞ മൂക്കും കൂടെ കൂട്ടിയാണ് 8. മൂക്ക് വെക്കല് നിർബന്ധം ഇല്ല, സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. ഒരാൾ മൂക്ക് വെച്ചില്ലെങ്കിൽ എന്ത് സുജൂദ് എന്താവും? ശരി. അപ്പൊ 7 അവയവങ്ങളാണ് നിർബന്ധമായിട്ട് സുജൂദിൽ വെക്കേണ്ടത്. ഈ 7 അവയവങ്ങൾ വെച്ചിരിക്കുകയും വേണം. ഇപ്പൊ ഇവിടെ കാൽമുട്ട് വെക്കാൻ നമുക്ക് അറിയാം. കാൽമുട്ട് വെക്കേണ്ടത് ചേർത്തല്ല, ഒരു ചാൻ ദൂരത്തിൽ കാൽമുട്ടുകൾ വിടർത്തി വെക്കുക. കൈ വെക്കുമ്പോൾ 2 കൈയും തറയിൽ പതിച്ചു വെക്കുക. ചിലർ ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന കാണാം. പറ്റൂല. എങ്ങനെ എന്നിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇങ്ങനെ വെക്കണം. മാത്രമല്ല ഈ കൈ വിരലുകൾ കിബിലയ്ക്ക് നേരെ ആകണം. അപ്പൊ എങ്ങനെ പറ്റൂല? ഇങ്ങനെ വെക്കാൻ പറ്റൂല. ചിലരെന്ത് ചെയ്യും? സുജൂദ് പോയിട്ട് കൈ ഇങ്ങനെ സുജൂദ് വെക്കും. പറ്റോ? ഇല്ല. ഈ കൈവിരലുകൾ നിവർത്തി വെക്കുകയും കൈവിരലുകൾ നേരെ കിബിലയ്ക്ക് നേരെ ആവുകയും വേണം, തോളിന് നേരെ ആവുകയും വേണം. അപ്പൊ തലയുടെ മുകളിൽ കൊണ്ടൊന്ന് കൈവയ്ക്കാൻ പറ്റൂല. തോളിന് നേരെ വെക്കുക, കൈവിരലുകൾ വിടർത്തി വെക്കുക, വിരലുകൾ നേരെ കിബിലയ്ക്ക് നേരെയും ആയിരിക്കുക. കാൽപാദങ്ങൾ കുത്തി നിർത്തുമ്പോഴും അതും ഏതിന് നേരെയാകണം? കിബിലയ്ക്ക് നേരെയാകണം. എങ്ങനെ ആകാൻ പാടില്ല? കാലിങ്ങനെ കിണഞ്ഞിട്ട് വെക്കാനും പാടില്ല. അധികം നീട്ടാനും അധികം അകലവും ഉണ്ടാവരുത്. ഒരു ചാൻ നമ്മളുടെ ഒരു കൈയുടെ അകലമാണ് സുജൂദ് ചെയ്യുമ്പോൾ കാൽപാദങ്ങളുടെ ഇടയിലും ഉണ്ടാകേണ്ടത്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരു സുജൂദ് അങ്ങ് ചെയ്യണം. അല്ലെ? റിയാദ് അങ്ങനത്തെ ഒരു സുജൂദ് ചെയ്ത് നോക്കിയാൽ നോക്കട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാറുമല്ല. ഇൻഷാ അല്ലാഹ്.
കൈവിരൽ ഒന്നും കൂടെ കിബിലേക്ക് നേരെ കൃത്യം കുറച്ചും കൂടി നിവർത്തി തിരിഞ്ഞു വരണം അല്ലേ? ഓക്കെ അല്ലേ? കാൽപാദം കുത്തിയിട്ടുണ്ടല്ലോ, മാഷാ അല്ലാഹ്. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ കാൽപാദം കുത്തി നിർത്തുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായി നിസ്കരിക്കുന്നവർ തന്നെ രണ്ടാമത്തെ സുജൂദിൽ എന്ത് വരൂല, വിരലുകൾ ഇങ്ങനെ തന്നെ ഇരുന്ന് പോകും. അത് ശരിയാവൂല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുജൂദ് അല്ലെ, ഒരു അടിമ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കാരത്തിലെ സുജൂദിൽ നമുക്ക് അള്ളാഹുവിനോട് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അറബിയിൽ അറിയാമെങ്കിൽ നാവ് കൊണ്ട് അറബിയിൽ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് സുജൂദിൽ എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി നമ്മൾ ചൊല്ലുന്നത് അത് നമ്മളൊരു ദിക്റാണ്. പക്ഷേ സുജൂദിൽ വെച്ചുകൊണ്ട് നമ്മളുടെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം? എത്ര വേണമെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം സുജൂദിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ കിടന്നിട്ടുള്ളത്? സുജൂദിൽ കിടന്നത് ദുആ ചെയ്തുകൊണ്ടാണ്. അതുപോലെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ദുആ കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് ദുആ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്വമാണ് ഏത്? സുജൂദിൽ കിടന്ന്. കാരണം ഭൂമിയിൽ വെച്ച് നമ്മൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം നമ്മൾ സുജൂദാണ്. ആ അള്ളാഹുമായിട്ട് നമ്മളുടെ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് അള്ളാഹുവിനോട് പറയേണ്ടതൊക്കെ പറയേണ്ടത്, അല്ലെ? മാത്രമല്ല ഈ സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു അല്ലാത്ത ഒരാളിനും സുജൂദ് ചെയ്യാൻ പറ്റൂല, അല്ലെ? അഥവാ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അമർത്തുഹും ബിസ്സുജൂദ്. ആർക്ക് വേണ്ടി? ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഭാര്യയോട്. അവർക്ക് പോലും അത് പാടില്ല. സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രം. ഒരു ഖബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം സുജൂദ് എന്ന് പറയുന്നത് പരമമായ വണക്കം. അത് ആർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിനെ പറ്റുള്ളൂ. ഇനി അതല്ല, ആർക്കെങ്കിലും വേണ്ടി സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞാൽ എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് ചെയ്യാമായിരുന്നല്ലേ? അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ആരോട്? മലക്കുകളോട് പറഞ്ഞില്ലല്ലേ? ഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം. അപ്പൊ പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാടില്ലെങ്കിൽ പിന്നെ അവിടെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞതാ? അത് പറഞ്ഞത് ആരാണ്? അള്ളാഹ്. അവിടെയാണ് പ്രത്യേകത. കാരണം അള്ളാഹു പറയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു തആല പറഞ്ഞു എങ്കിൽ അത് ആദമിനുള്ള സുജൂദ് അല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള സുജൂദ്. അപ്പൊ ആർക്കുള്ള സുജൂദ് തന്നെയാണ്? അള്ളാഹുവിനുള്ള സുജൂദാണ്. കാരണം അള്ളാഹ് പറഞ്ഞിട്ട് ചെയ്ത, അത് ചെയ്യാത്തതിന്റെ പേരിലാണ് ഒരാളെ പുറത്താക്കിയത്. കാരണം അള്ളാഹ് പറയുന്നതൊക്കെ ചെയ്തു കൊള്ളണം, അല്ലേ? അത് ചെയ്യാത്തതിന്റെ പേരിൽ ഒരാൾ എന്താക്കി? അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ അള്ളാഹുവിനല്ലാത്ത രണ്ട് സുജൂദിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു സുജൂദല്ല. അത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് സുജൂദിനെ കുറിച്ച് ഓർത്തപ്പോഴേ അങ്ങനെ വേറെ ഒന്നും കൂടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു. ഞാൻ ഖുർആൻ എടുത്തിട്ട് ഒരു ആയത്തൊന്ന് ഞാൻ നോക്കിയത്. അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്ത രണ്ട് സുജൂദിനെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് നമുക്കെല്ലാം അറിയാം, ഏതാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. മറ്റൊരു സുജൂദ് ബഹുമാനത്തിന്റെ പേരിൽ സുജൂദ് ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ചരിത്രപരമായിട്ട് പറയുന്നുണ്ട്. അതേതാണ്? യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ 12 വയസ്സിൽ കണ്ട ഒരു സ്വപ്നം പിതാവിനോട് പറയുന്നുണ്ട്. യാ അബതി, എന്റെ ഉപ്പ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവകളെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. നക്ഷത്രങ്ങളും 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന്. അത് കണ്ട സ്വപ്നമല്ലേ, അല്ലെ? അത് ചെയ്തത് മനുഷ്യരല്ലല്ലോ, അല്ലെ? ആരാ ചെയ്യുന്നതായിട്ട് കണ്ടത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. പക്ഷേ അത് യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ല. ആരാണത്? സഹോദരങ്ങളാണ് 11 പേര്. ഷംസും ഖമറും ആരാ? വാപ്പയും ഉമ്മയുമാണ്, അല്ലെ?
ആ സ്വപ്നം സാക്ഷാത്കരിക്കണ്ടേ? അങ്ങനെ സാക്ഷാത്കരിച്ചു. വർഷങ്ങൾക്ക് ശേഷം മിസ്റിലെ രാജാവായിരിക്കെ, കൊട്ടാരത്തിൽ വാണിരിക്കെ, ഈ 11 നക്ഷത്രങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ട സഹോദരങ്ങളും ഷംസും ഖമറുമായ വാപ്പയും ഉമ്മയും ഇവിടെ എത്തി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലെത്തി. ഫലമ്മാ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അബവൈഹി വഖാല ദഖുലു മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ വറഫഅ അബവൈഹി അലൽ അർശ് വഖറൂ ലഹു സുജ്ജദാ. അങ്ങനെ ചരിത്രത്തിൽ അവസാന ഭാഗം പറയാം. അവസാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരീക്ഷണത്തിന്റെ തീജ്വാലകളിൽ നിന്ന് അള്ളാഹു വിജയശ്രീ ലാളിതനാക്കിയപ്പോൾ ഫലമ്മാ ദഖലു അലാ യൂസുഫ, കനാനിൽ നിന്ന് പിതാവ് യാക്കൂബ് നബിയും മക്കളും കൂടി മിസ്റിലെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലെത്തി. ആവാ ഇലൈഹി അബവൈ, തന്റെ മാതാപിതാക്കളെ അദ്ദേഹം പിടിച്ചണച്ചു. വറഫഅ അബവൈഹി അലൽ അർശ്, മാതാപിതാക്കളെ അദ്ദേഹം സിംഹാസനത്തിൽ ഇരുത്തി. മാതാപിതാക്കളല്ലേ, എത്ര ആയാലും മക്കളെ ഇവിടെ എത്തിയാലും മാതാപിതാക്കളാണ് അവരുടെ മുകളിൽ. അപ്പൊ അർശിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത്, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മാതാപിതാക്കളെ അവിടെ ഇരുത്തി. എന്നിട്ടോ വഖറൂ ലഹു സുജ്ജദാ, എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി സുജൂദിൽ വീണു. അങ്ങനത്തെ ഒരു സുജൂദും കൂടിയുണ്ട് മനുഷ്യർക്ക് ചെയ്ത. ഇവിടത്തെ സുജൂദ് എന്ന് പറഞ്ഞാല് ആരാധനയുടെ സുജൂദല്ല, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന രൂപത്തിലുള്ള സുജൂദ് ആയിരിക്കണമെന്നുമില്ല, അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടുള്ള സുജൂദ്. കാരണം വലിച്ചു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ ആളുകളാണ് ഇവര്. ഇവരെ കൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യിപ്പിച്ചു അള്ളാഹു താല? സുജൂദ് ചെയ്യിപ്പിച്ച. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, വഖാല യാ അബതി ഹാദാ തഅവീലു റുയായ മിൻ ഖബിലു, വാപ്പാ ഇതാണ് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞൊരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. തഅവീലു റുയായ മിൻ ഖബിൽ വജഅലഹാ റബ്ബി ഹഖ്ഖാ, എന്റെ രക്ഷിതാവ് അതിനെ യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നു, സാക്ഷാത്കരിച്ചു തന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു സുജൂദ്, ആ സുജൂദ് അള്ളാഹുവിന് ചെയ്യാൻ വേണ്ടി സുജൂദല്ല. പക്ഷെ നമുക്ക് ഇന്ന് അള്ളാഹുവിനല്ലാത്ത ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം സുജൂദ് എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന് സൃഷ്ടിയാകുന്ന നമ്മൾ ചെയ്യുന്ന ഏറ്റവും പരമമായ വണക്കമാണ്, ഇബാദത്താണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലു ഏത് തന്നെയാണ്? സുജൂദാണ്. അപ്പൊ നമ്മളെ പള്ളിക്ക് പറഞ്ഞ പേരെന്താ അറബിയില്? മസ്ജിദ്. മസ്ജിദ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അർത്ഥം. നമ്മളെ ഭാഷയിലെ പള്ളി എന്ന് പറയാ. യഥാർത്ഥത്തിൽ മസ്ജിദിന്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ പള്ളി, ലോകത്തുള്ള മുഴുവൻ പള്ളികൾക്കും പറയുന്ന സ്ഥലം മസ്ജിദ് എന്നാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെ? ഭൂമിയെ മുഴുവനും അല്ല എനിക്ക് മസ്ജിദാക്കി. അഥവാ ഒരു അടിമയ്ക്ക് എപ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ തോന്നിയാലും അവിടെയൊക്കെ സുജൂദ് ചെയ്യാം. നിസ്കാരത്തിൽ മാത്രമല്ല സുജൂദ്, നിസ്കാരത്തിന് പുറത്തും എന്തുണ്ട്? സുജൂദുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിലെ 14 സ്ഥലങ്ങളുണ്ട്. ഇതാണ് ആയാത്തു സജദ. സജദയുടെ ആയത്ത് ഓതുമ്പോൾ നിസ്കാരത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ ശുക്റിന്റെ സുജൂദ് ഉണ്ട്. നമുക്ക് അല്ലാഹു തആല ഒരു അനുഗ്രഹം നൽകി. എന്താ? കാത്തിരുന്ന ഒരു കുഞ്ഞ് കിട്ടി. അള്ളാഹുവിന് എന്ത് ചെയ്യണം? അവിടെ ശുക്റിന്റെ സുജൂദ് ചെയ്യണം. ഒന്നും ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഖിബ്ലയ്ക്ക് നേരെ ഇടണമെന്നുള്ളൂ. അവിടെ വേറെ എന്ത് വേണ്ട, നിസ്കരിക്കൊന്നും വേണ്ട, ശുക്റിന്റെ സുജൂദ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിപത്ത് വന്ന്, ഒരു ആപത്ത് വന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ, അവിടെ എന്ത് ഉണ്ട്? ശുക്റിന്റെ സുജൂദ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സുജൂദുകളുണ്ട്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് സുജൂദ്. അപ്പൊ അത് കൃത്യമായ നിസ്കാരത്തിൽ കൃത്യമായ 2 സുജൂദ് നിർബന്ധമാണ്. അതിന്റെ സുജൂദില് സാധാരണ പറഞ്ഞു നിൽക്കാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഫർള്, 8ാമത്തെ ഫർളാണ് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. നൃത്തത്തിലും അങ്ങനെയാണ്. നമ്മളൊക്കെ ഒരു കൈ ഞാൻ നിവർത്തി വെച്ചാൽ എത്ര, അങ്ങനെ വെക്കരുത്. മാത്രമല്ല നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും നമ്മളുടെ കാൽപാദങ്ങളും നമ്മൾ സുജൂദിൽ കൈ വെക്കുമ്പോൾ ഖിബിലയ്ക്ക് നേരെ ആയിരിക്കണം എന്നതുപോലെ നമ്മളുടെ കാൽപാദവും എന്ത് ചെയ്യണം? നിൽക്കുമ്പോൾ ഖിബിലയ്ക്ക് നേരെ നമ്മൾ നിർത്തണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 സുജൂദിന്റെ ഉള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന ദിക്റാണ് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലെ? എത്ര ഉണ്ട്? 7 വാക്കുകളുണ്ട്, അല്ലെ? റബ്ബി ഗ്ഫിർലി
വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നല്ല അർത്ഥമുള്ള വാക്കുകളാണ്, ദുആയാണിത്. ഇതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആയാണ്. റബ്ബിഗ്ഫിർലി, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ. സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായി നമ്മളെ. അപ്പോൾ ആ ഒരു അമല് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു നല്ല കാര്യം ചെയ്തിട്ട് അള്ളാഹുവിനോട് ഉടനെ റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു തട്ടുകയില്ലെന്നാ. അതുകൊണ്ട് നമ്മൾ ഉടനെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയും അതുപോലെയാണ്. റബ്ബിഗ്ഫിർലി, അള്ളാഹു നീ എനിക്ക് പുറത്തു തരണമേ. വർഹംനി, എന്നോട് കരുണ ചെയ്യണമേ. പിന്നെ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി, എന്റെ കാര്യങ്ങളെല്ലാം നീ പരിഹരിക്കണമേ. വർഫഅനി, നീ എന്നെ ഉയർത്തണമേ. പിന്നെ വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണമേ. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം നൽകണമേ. വആഫിനി, നീ എനിക്ക് സൗഖ്യം നൽകണമേ. 7 എണ്ണം. അല്ലാഹു തആല കൃത്യമായിട്ട് ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫർളും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇന്നത്തെ അടുത്ത ഫർള് എത്ര? 9ാമത്തെ ഫർള് ഏതാണ്? ചെയ്യേണ്ട ഫർളല്ല, പാലിക്കേണ്ട ഫർളാണ്. അനക്കമടങ്ങുക. റുക്കൂഇല്, ഇഅ്തിദാലില്, 2 സുജൂദില്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇത്രയും സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? അനക്കം അടങ്ങുക എന്നുള്ളൊരു ഫർളാണ്. അത് ശ്രദ്ധിക്കണം. എത്ര വേഗതയിൽ നിസ്കരിച്ചാലും അനക്കമടങ്ങൽ നിർബന്ധമാണ്. പലർക്കും പറ്റുന്നത് ചിലപ്പോ എന്താ 2 സുജൂദിനുള്ള ഇരുത്തത്തിൽ അനക്കടങ്ങൽ ഉണ്ടാവില്ല. ധൃതി കൂടിയാല് അനക്കമടങ്ങ എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ഫറലിൽ നിന്നാണോ വന്നത്, ഇനി അടുത്ത് ഏതൊരു ഫറലിലേക്കാണോ പോകേണ്ടത്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമ്മളുടെ ശരീരം മുഴുവനും നിശ്ചലമാവണം. ഇതാണ് തുമഅനീനത്ത് എന്ന് പറയും അറബിയിൽ. തുമഅനീനത്ത് റുകൂവിൽ വേണം, ഇഅ്തിദാലിൽ വേണം, 2 സുജൂദിൽ വേണം, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ വേണം. അവിടെയൊക്കെ പറയേണ്ട ദിക്റുകൾ പറഞ്ഞാൽ എന്തായാലും അനക്കമടങ്ങൽ ഉണ്ടാകും. പക്ഷെ അവിടെ പറയേണ്ട ദിക്റുകൾ പറയൽ നിർബന്ധം ഇല്ലല്ലോ, സുന്നത്തേ ഉള്ളൂ. ഒരാൾ പറയാതെ എഴുന്നേറ്റാലും അവരുടെ സുജൂദിന് റുക്കൂവിനൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഏതുണ്ടാകണം? അനക്കമടങ്ങൽ ഉണ്ടാകണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇഅ്തിദാലിലായാലും അങ്ങനെ നേരെ നിവർന്ന് വന്നിട്ട് തിരിച്ചു പെട്ടെന്ന് പോകരുത്. സുജൂദിൽ ചെന്നാലും അല്പം അവിടെ അനക്കമടങ്ങണം. നമ്മൾ ശരീരമെല്ലാം അവിടെ നിശ്ചലമാകണം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച്. സാധാരണ പലർക്കും വരുന്നത് 2 സുജൂദിന്റെ ഇരുത്തത്തിൽ അത് വരൂല. പലരുടെയും സുജൂദിന്റെ ഇടയിലെ ഇരുത്തം പൂർണ്ണമാവേ ഇല്ല. ഇരുത്തം പൂർണ്ണമാകണം. നേരെ വന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാവൂ? ഇരുന്ന് അനക്കമടങ്ങിയിട്ട് അടുത്തലേക്ക് പോകാവൂ. അതാണ് അനക്കമടങ്ങുക. ഇത്രയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത നമുക്ക് അടുത്ത ദിവസം അള്ളാഹു എല്ലാം കൃത്യമായി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.